നീ ആ മെയിലും ചെക്ക് ചെയ്തേ. ഞാൻ നോക്കാം. കഴിഞ്ഞ തവണ ബാംഗ്ലൂർ പോയപ്പോ വാങ്ങിയതാ. 6 മാസം കൂടി ആയില്ല, അപ്പോഴേക്കും ഇതിന്റെ ലെൻസും മങ്ങി ഫ്രെയിമും ഡാമേജ് ആയി. പക്ഷെ അമ്മയുടെ കണ്ണട ഇപ്പോഴും എത്ര പെർഫെക്റ്റാ. ഞങ്ങള് കൊച്ചിക്കാർക്കേ കണ്ണട എന്നാൽ അത് ജെസൽ ഒപ്റ്റിക്കൽസാ. മറ്റെന്തും വാങ്ങും പോലെ കണ്ണട വാങ്ങാമെന്ന ധാരണ നീ മാറ്റണം. ഒപ്റ്റിക്കൽ ഷോപ്പിന്റെ പാരമ്പര്യം, വിശ്വാസ്യത ഇതെല്ലാം പ്രധാനമാണ്. എന്റെ അച്ഛനാണ് എന്നെ ജെസൽ ഒപ്റ്റിക്കൽസിൽ ആദ്യമായി കൊണ്ടുപോയത്. മോളെ ഞാൻ കൊണ്ടുപോകാം. പക്ഷെ എല്ലാ ബ്രാൻഡുകളും അവിടെ കിട്ടുമോ? 2 നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ജെസൽ ഒപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു. പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ 1 ആണ് ജെസൽ ഒപ്റ്റിക്കൽസ്. തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി ജെസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജെസൽ ഒപ്റ്റിക്കൽസ്. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. അലയൻസിന്റെ പ്ലാസ്റ്റിക് മാലിന്യമുക്ത നദി പദ്ധതിയിലൂടെ 4 വർഷം കൊണ്ട് നീക്കം ചെയ്തത് 1000 ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. അലയൻസ് ഗ്രൂപ്പിന്റെ CSR പദ്ധതിയായ പ്ലാസ്റ്റിക് മാലിന്യമുക്ത നദി പദ്ധതിയിലൂടെ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ തിരുവനന്തപുരത്തെ ജലാശയങ്ങളിൽ നിന്ന് 1000 ടണ്ണിലധികം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തു. ഇത് ഏകദേശം 5 കോടി പ്ലാസ്റ്റിക് കുപ്പികൾക്ക് തുല്യമാണ്. നേട്ടം പ്രഖ്യാപിച്ച ചടങ്ങിൽ വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, ജലവിഭവ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി, തിരുവനന്തപുരം മേയർ അഡ്വക്കേറ്റ് VV രാജേഷ്, കഴക്കൂട്ടം MLA V മുരളീധരൻ, അലയൻസ് സർവീസസ് ഇന്ത്യ MD ജീസൺ ജോൺ, അലയൻസ് ടെക്നോളജി ഇന്ത്യ ബ്രാഞ്ച് ഹെഡ് ജയൻ തുൽസിയാനി എന്നിവർ പങ്കെടുത്തു. 2022 ആരംഭിച്ച പദ്ധതിക്കായി അലയൻസ് CSR ഫണ്ടിൽ നിന്ന് 5 കോടിയിലധികം രൂപ ചിലവഴിച്ചു. ട്രാഷ് ബൂം എന്ന ഫ്ലോട്ടിംഗ് വേലികൾ ഉപയോഗിച്ച് തമ്പാനൂർ തോട്, ആമിഴഞ്ചാൻ തോട്, കരമനയാർ ഉൾപ്പെടെ നഗരത്തിലെ 15 സ്ഥലങ്ങളിൽ ദിവസേന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നു. തണൽ ട്രസ്റ്റ്, സുസ്ഥേര ഫൗണ്ടേഷൻ, ജർമ്മനിയിലെ പ്ലാസ്റ്റിക് ഫിഷർ എന്നിവരുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 3 MRF കേന്ദ്രങ്ങളിലായി 23 പേർ മാലിന്യ ശേഖരണത്തിലും തരംതിരിക്കലിനും പ്രവർത്തിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തോടൊപ്പം വ്യവസായ വളർച്ചയും കൈകോർക്കുന്ന മാതൃകയാണ് ഈ പദ്ധതിയെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പദ്ധതിയിൽ നിന്ന് മറ്റ് സ്ഥാപനങ്ങളും പ്രചോദനം ഉൾക്കൊള്ളണമെന്ന് മോൻസ് ജോസഫും തദ്ദേശ സ്ഥാപനങ്ങൾ കൂടുതൽ സഹകരിക്കണമെന്ന് KM ഷാജിയും അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.